പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമീർ മുതുകുറ്റിയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവൻ്റെ ചെറിയൊരു കുട്ടി തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അവരുടെ ചോദ്യത്തിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ആ സമയം, കാരണം തൊണ്ടയിൽ എന്തെങ്കിലും വല്ല വസ്തുക്കളും കുടുങ്ങുക എന്ന് പറയുന്ന അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തിന് അങ്ങേയറ്റം പ്രത്യേകത ഉള്ള ഒരു സമയം കൂടിയാണ്. കാരണം ചെറിയ ടൈമിനുള്ളിൽ തന്നെ പലതും സംഭവിക്കാം. അപ്പൊ ഞാൻ രണ്ടാമതും അയാൾ അങ്ങോട്ടേക്ക് വിളിച്ചു. അവനെ വിളിച്ചിട്ട് കുട്ടി ഏകദേശം 1 വയസ്സ് പ്രായമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവിടുന്ന് പുള്ളി പുറപ്പെട്ടിട്ടില്ല, ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈക്ക് അവിടെ സൈഡാക്കിയിട്ട് അവനോട് നിർത്തിയിട്ട് ആ കുട്ടിയെ ഇടത് കൈയില് ഇതുപോലെ കിടത്തുക. അതായത് മുഖം താഴെയാണ്. ഇത് ചെറിയ കുട്ടിയാണ് കേട്ടോ, ഇതിന് കയ്യുമില്ല, ആ ഒരു പ്രയാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ചെറിയ കുട്ടിയെ നമ്മുടെ ഇടത് കൈയിൽ ഇങ്ങനെ കിടത്തിയിട്ട് കുട്ടിയുടെ ഫേസ് നമ്മുടെ ഉള്ളം കൈയിൽ വരുന്നത് പോലെ അവനെ പിടിക്കുക. എന്നിട്ട് ഈ കുറച്ച് ഫേസ് താഴോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ നടുവിന് ശേഷം ഒരു 5 തവണ കുട്ടിയുടെ നടു മുതൽ തലന്റെ ഭാഗത്തേക്ക് ഒരു 5 തവണ തടവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയത്തേക്ക് ആ സുഹൃത്തിന്റെ സൗണ്ടൊന്നുമില്ല. അതിനുശേഷം അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്ക് കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം എന്തൊക്കെയോ റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ പിന്നീട് ആ സുഹൃത്ത് പറഞ്ഞത് ചെറിയൊരു റബ്ബറിന്റെ കഷ്ണമായിരുന്നു, നമ്മൾ ഇറേസർ ഉണ്ടല്ലോ. അപ്പൊ ഇറേസർ ആണ് ഈ കുട്ടിയുടെ തൊണ്ടയിൽ നിന്നും താഴോട്ടേക്ക് വന്നത്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ഈ സമയത്ത് ചെറിയ ടൈം മാത്രമേ നമുക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ. കാരണം കുട്ടി ശ്വാസം കിട്ടാതെ വരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് മാക്സിമം 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയം വരെ നമുക്ക് ജീവനോടെ കിട്ടിയെന്ന് വരില്ല. അൽഹംദുലില്ലാ ഈ കുട്ടിക്ക് ഫോണിലൂടെ തന്നെ മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഒരു വീട്ടിൽ ഒരു വളണ്ടിയർ എങ്കിലും, ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയുന്ന ഒരു വളണ്ടിയർ എങ്കിലും ഉണ്ടാവണം. ഈ വീഡിയോയുടെ ഉദ്ദേശം അതാണ്. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴുത്ത് ഒരു 5-6 തവണ തടവുമ്പോൾ തന്നെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തേക്ക് പോകും. ഇനി വലിയ കുട്ടികളാണെങ്കിൽ, അതായത് ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെയ്യാം. വലിയ കുട്ടികളാണെങ്കിൽ കഴുത്തിന് ഈ വല്ലതും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കുട്ടിയുടെ 2 കൈയും കഴുത്തിലായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. കാരണം ആ സമയത്ത് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഈ തൊണ്ടയിൽ 2 കൈയും ശക്തിയായി പിടിച്ചിട്ടുണ്ടാവും. എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ ആരായാലും അതുപോലെ ചെയ്യും. അപ്പൊ ഈ കുട്ടി ഇങ്ങനെയാണ് ഉണ്ടാവുക, 2 കൈയും ശക്തിയോടെ തൊണ്ടയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ തൊണ്ടയിലുള്ള സാധനം വല്ലതും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കുട്ടി ഈ പിടിച്ചത് കാരണം അത് പുറത്ത് പോകാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മൾ ആദ്യം നീക്കം ചെയ്യേണ്ടത്, ഈ കുട്ടിയുടെ നേരെ പിൻവശത്ത് വന്ന് നിന്നുകൊണ്ട് ഈ കുട്ടിയുടെ കൈ ഉണ്ടല്ലോ, കൈ നമ്മൾ ആദ്യം റിലീസ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ലോക്ക് ചെയ്യലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് ശക്തിയായിട്ടുണ്ടാവും. കാരണം ഞാനിത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴും കുട്ടി ശക്തിയായിട്ട് കഴുത്തിൽ പിടിച്ചിട്ടുണ്ടാവും, കാരണം അത്രയും പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്ത് ഈ കുട്ടിക്ക് കൈ അനക്കാൻ പറ്റില്ല, മനസ്സിലായില്ല? അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വയറിന്റെ തൊട്ട് അടുത്തായിട്ട് ഇതേപോലെ കൈ വെക്കുക. ഇതേപോലെ കൈ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ, എന്നിട്ട് ഈ ലെവലിൽ ഇങ്ങനെ മെല്ലെ മേലോട്ടേക്ക് പ്രസ് ചെയ്ത് കൊണ്ടുവരിക. അത് മനസ്സിലായി? ഇവിടെ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് പ്രസ് ചെയ്യണം. ഞാനിപ്പോ ഇത് മെല്ലെ തടവുന്നേ ഉള്ളൂ. കുറച്ചുകൂടി പ്രസ് ചെയ്തിട്ടാണ് മേലോട്ടേക്ക് തടവുന്നെങ്കിൽ ഈ കുട്ടി രാവിലെ കഴിച്ചതും പണ്ട് ചെറുപ്പത്തിൽ കഴിച്ച മുലപ്പാലടക്കം പുറത്തേക്ക് വരും. അപ്പോൾ ആ ലെവലിൽ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 5-6 തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ, അതായത് കുറച്ച് ശക്തിയായിട്ട് അമർത്തിയതിന് ശേഷം മേലോട്ടേക്ക് തടവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും തൊണ്ടയുടെ മേൽഭാഗത്താണെങ്കിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് പുറത്തേക്ക് വരും. അപ്പോൾ ഞാനിത് പറഞ്ഞത്, നമ്മുടെ വീടുകളിലും ഇതുപോലെ സിറ്റുവേഷനൊക്കെ വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് വെള്ളം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. തൊണ്ടയുടെ മേലെ ആണെങ്കിൽ അത് പുറത്തേക്ക് തന്നെ പോകണം. അപ്പോൾ വയറിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരാനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് അറിയുകയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റും. അതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഉള്ള ടൈമിൽ, ഇപ്പോഴത്തെ ട്രാഫിക് ബ്ലോക്ക് ഇതൊക്കെ വരുന്ന സമയത്ത് ആ കുട്ടിയെ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം പോലും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഓരോ വീട്ടിലും ഒരു ഫസ്റ്റ് എയ്ഡ് അറിയാവുന്ന വളണ്ടിയർ ഉണ്ടാവുക എന്നുള്ളതാവട്ടെ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ബൈ.